ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ഒരു സാധനം കൊണ്ട് കേട്ടോ ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കണേ. ഇപ്പോൾ വീട്ടിൽ തയ്ക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും, ചെറിയ കട്ട് പീസൊക്കെ ഉണ്ടാവും. അപ്പോൾ കട്ട് പീസിൽ ഒരു ലീഫ് പോലത്തെ ഒരു വർക്കുള്ളൊരു ഇത് കണ്ടപ്പോൾ തോന്നിയൊരു ഇതാട്ടോ, ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ ആ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഗിയർ വയറിൽ അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിട്ടോ. അപ്പോൾ ഗിയർ വയറിൽ കുറച്ച് ഷേപ്പാക്കി വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല ഫസ്റ്റൊന്നും. പിന്നെ രണ്ടാമത് ചെയ്ത് വന്നപ്പോൾ അത് അങ്ങനെ ശരിയായി കിട്ടി. പിന്നെന്താ, എനിക്ക് ഇങ്ങനെ എന്താ പറയേണ്ടതെന്നൊന്നും അറിയാത്തതിനോണ്ട്, യൂട്യൂബിലിങ്ങനെ സംസാരിക്കേണ്ടതെന്നൊന്നും അറിയാത്തതിനോണ്ട് എനിക്ക് വീഡിയോ കണ്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും കഴിയില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട. പിന്നെ റെഡിയാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ അതങ്ങ് തിരിച്ച് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഓവൽ ഷേപ്പിൽ തന്നെ ഒരു ലീഫ് ഷേപ്പിലാണല്ലോ, അപ്പോൾ ആ ലീഫ് ഷേപ്പിൽ തന്നെ നമുക്ക് ഗിയർ വയർ റെഡിയാക്കി എടുക്കാം. എന്നാലേ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ശരിയാക്കി എടുത്തിട്ട് പശ തേക്കാണ്. പശ മെല്ലെ തേച്ചിട്ട് നമുക്ക് എന്താക്കാം, ആ ലീഫിൽ കട്ട് ചെയ്ത ലീഫ് ഉണ്ടല്ലോ അതെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് സെറ്റ് ചെയ്യുക. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഉണങ്ങി കിട്ടാൻ. ഉണങ്ങിയാൽ ഫുൾ സെറ്റായി വരുന്നുണ്ട്. ഉണങ്ങിയിട്ട് എടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ സേഫാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതേ കളറിൽ തന്നെ നമുക്ക് എന്താക്കാം, നെറ്റിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ആ അളവ് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നേരെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി സേഫായിട്ട് നിൽക്കും കേട്ടോ. കുറച്ച് ടൈം എടുക്കുമ്പോൾ ആ പശ ഇതിലേക്കൊന്ന് ജോയിൻ്റ് ആക്കി ഒട്ടി വരാൻ കേട്ടോ. ഒട്ടി വന്നാൽ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലീഫ് പോലെ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഇതള് പോലെയൊക്കെ വളച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ ഒട്ടി കഴിഞ്ഞ് നോക്കുമ്പോൾ അങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ 4 എണ്ണം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താക്കി, ആ 4 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കണേ. അപ്പോൾ ആ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയിലേക്ക് ഞാൻ ആ ഗിയർ വയർ ഉപയോഗിച്ചിട്ട് തന്നെ അതങ്ങ് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് സേഫാക്കി വെക്കുന്നുണ്ട്. അതങ്ങ് അവിടെ വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് മാത്രം ആവണ്ടല്ലോ വിചാരിച്ചിട്ട് എന്താക്കി, ചെറിയ മുത്തുകളുണ്ട് ഇതിന് വീട്ടിൽ. അപ്പോൾ അത് വെച്ചിട്ട് ആ ഗിയർ വയർ കൊണ്ട് തന്നെ 2 ചെറിയ ഫ്ലവർ പോലെ മുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതും അവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത്. എന്നിട്ട് നമ്മളെ പേളുണ്ടല്ലോ, പേളിലാണ് ഈ ഹെയർ ബാൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഞാൻ പേള് വെച്ചിട്ട് നിറച്ചെടുത്ത് ലാസ്റ്റ് എൻഡിൽ പശ തേച്ച് വെച്ച് സെറ്റ് ചെയ്ത്. അപ്പോൾ കുറച്ച് നല്ല ഭംഗിയിലായിട്ടുള്ളൊരു സാധനം കിട്ടിയിട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.